നീറ്റ് 2024 ഉയർന്ന വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിരവധിയായ പരീക്ഷകളിലൂടെ വിജയം ഉറപ്പിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ. ബ്രില്യൻ ടെസ്റ്റ് സീരീസിലൂടെ അപ്പോ 2024 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ക്രാക്ക് ചെയ്യണം, വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ BTSന്റെ ഭാഗമാവാം. സാറേ, ആർക്കൊക്കെ BTS പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാം? സാറേ, 2024 നീറ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും BTS ജോയിൻ ചെയ്യാം. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇന്ത്യയിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ബ്രില്യന്റിന്റെ ടെസ്റ്റ് സീരീസിൽ ഭാഗമാകാം. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവര്, മറ്റു കോഴ്സുകൾ ചെയ്യുന്നവര്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യയിൽ എവിടെ പഠിക്കുന്നവർക്കും അവർക്കെല്ലാം ബ്രില്യന്റിൽ BTSന്റെ ഭാഗമായി മാറാവുന്നതാണ്. പരീക്ഷകൾ എഴുതി പല ആവർത്തി എഴുതി തന്നെ കോൺഫിഡൻസ് നേടി നീറ്റ് എക്സാമിൽ, അതായത് മെയ് 5-ാം തീയതി എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അല്ലേ സാറേ? BTSന്റെ ഭാഗമാവുന്നതിലൂടെ നിരവധി വിദ്യാർത്ഥികളാണല്ലേ അവരുടെ MBBS ലക്ഷ്യം സാധ്യമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം എത്ര വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി? 150-ലധികം വിദ്യാർത്ഥികളാണ് BTS എന്ന പ്രോഗ്രാമിലൂടെ മാത്രം MBBS അഡ്മിഷൻ കരസ്ഥമാക്കിയത്. മറ്റു മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ എത്ര വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു? എണ്ണമറ്റത്ര വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം BTS പ്രോഗ്രാമിലൂടെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് പ്രവേശനം കരസ്ഥമാക്കിയത്. ഇനി എടുത്തു പറയട്ടെ, 2022 ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഒരു വിദ്യാർത്ഥിനിയുണ്ട്, സിയോണ മരിയ ഡിസൂസ. 2023 അതെ, സെക്കൻഡ് റാങ്ക് വാങ്ങിയ ജേക്കബ് ബിബിൻ. കേരള സെക്കൻഡ് റാങ്ക് വാങ്ങിയ ജേക്കബ് ബിബിൻ നമ്മുടെ BTS കോഴ്സിന്റെ ഭാഗമായിരുന്നു അല്ലെ സാർ? ഇപ്പൊ പറയുകയുണ്ടായി, ഇതിനോടൊക്കെ നിരവധി വിദ്യാർത്ഥികളാണ് BTSൽ ജോയിൻ ചെയ്ത് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും MBBS അഡ്മിഷനും ഒക്കെ കരസ്ഥമാക്കിയിരിക്കുന്നതെന്ന് പറയുകയുണ്ടായി. അപ്പൊ നമ്മുടെ ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ. സാറ് തന്നെ പറഞ്ഞു, 2024 നമ്മുടെ അടുത്ത ബാച്ച് അതെ ഫെബ്രുവരി 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫെബ്രുവരി 4-ാം തീയതി ഞായറാഴ്ച ഓഫ്ലൈനായിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും 1-ലധികം സെന്ററുകൾ വീതം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സെന്ററുകളിൽ അവർക്ക് ഓഫ്ലൈനായി വന്ന എക്സാമിനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും ഓരോ വർഷവും BTSന്റെ പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ BTS ബാച്ചിലെ പുതിയ അപ്ഡേഷൻസ് എന്താണ് സാറേ? നീറ്റിന്റെ സിലബസിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. തീർച്ചയായും കുറെ ടോപ്പിക് ഡിലീറ്റ് ചെയ്തു, കുറച്ച് ഫിസിക്സിന്റെയും കെമിസ്ട്രിയും പ്രാക്ടിക്കൽ ആഡ് ചെയ്തു. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോവുക. ആഡ് ചെയ്ത ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കുട്ടികൾക്ക് ഏത് ക്വസ്റ്റ്യൻ നീറ്റിന് ചോദിച്ചാലും അതെല്ലാം അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുക. അപ്പോൾ 2024 നീറ്റിന് ആവശ്യമായി വേണ്ട എല്ലാ ഘടകങ്ങളും അല്ലെ സിംഗിൾ പ്ലാറ്റ്ഫോം. തീർച്ചയായും സാർ, നമ്മുടെ റിപ്പീറ്റേഴ്സ് റെസിഡൻഷ്യൽ ബാച്ചിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ പാറ്റേൺ നമ്മൾ ഈ കുട്ടികളെയും പരിഗണിക്കുക. അപ്പൊ തീർച്ചയായിട്ടും 2024 BTS പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ കാത്ത് എല്ലാവിധ ക്രമീകരണങ്ങളും ബ്രില്യന്റ് ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. റെസിഡൻഷ്യലും റിപ്പീറ്റർ ബാച്ചിലും ഒക്കെ ഉള്ള വിദ്യാർത്ഥികളോടൊപ്പമാണ് BTSലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളും എക്സാമുകൾ എഴുതുന്നത് എന്നിപ്പോൾ സാർ പറയുകയുണ്ടായി. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്റ്റുഡൻസിനൊപ്പമാണ് നമ്മുടെ BTSൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ? തീർച്ചയായും നമ്മുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ, റെസിഡൻഷ്യൽ ബാച്ചിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ, അവരോടൊപ്പമാണ് BTSലെ വിദ്യാർത്ഥികൾക്ക് എക്സാമിന് അവസരം കിട്ടുക. ഇത്രയും മിടുക്കരായ വിദ്യാർത്ഥികളോടൊപ്പം എക്സാമിന് അവസരം കിട്ടുമ്പോൾ അവർക്ക് അവരുടെ എക്സാക്ട് പൊസിഷൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ എക്സാക്ട് പൊസിഷൻ അവർക്ക് മനസ്സിലാക്കി നീറ്റിന് വേണ്ടി തയ്യാറെടുക്കാൻ പറ്റും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെസിഡൻഷ്യൽ ബാച്ച്, റിപ്പീറ്റർ ബാച്ച് എല്ലാം കൂടെ ആകുമ്പോൾ ഏകദേശം 10,000-കണക്കിലധികം വരുന്ന വിദ്യാർത്ഥികളോടൊപ്പമാണ് BTS പ്രോഗ്രാമിലുള്ള വിദ്യാർത്ഥികളും എക്സാം എഴുതുന്നത് അല്ലേ? സാർ, അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കാം, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് BTS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്? സാറേ, നിരവധിയായ ഫെസിലിറ്റീസ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. 10,000-കണക്കിന് വിദ്യാർത്ഥികളുമായിട്ട് മത്സരിക്കാനുള്ള വലിയൊരു എക്സാം പ്ലാറ്റ്ഫോമാണ് നമ്മൾ കുട്ടികൾക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത്. റിയൽ നീറ്റ് എക്സാം ആണ് കുട്ടികൾ BTSൽ ജോയിൻ ചെയ്യുമ്പോൾ സിറ്റുവേഷൻ. രണ്ടാമതായിട്ട് നമ്മൾ ഒരു e-learning ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. നിരവധി വിജയികളെ, അതായത് ബ്രില്യന്റിലെ നിരവധി വിജയികളെല്ലാം കടന്നുപോയ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് e-learning ആപ്പ് എന്ന് പറയുന്നത് അല്ലേ? അതിനകത്ത് +1, +2 കംപ്ലീറ്റ് എല്ലാ ചാപ്റ്ററിന്റെയും റെക്കോർഡ് ക്ലാസ് ഉണ്ട്. എല്ലാ ചാപ്റ്ററിന്റെയും ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ തിരിച്ചുണ്ട്, ഫുൾ ടോപ്പിക്ക് തിരിച്ചുണ്ട്, പിന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ സൊല്യൂഷൻസ്, ഇങ്ങനെ എന്തുമാത്രം ഒരു കുട്ടി എന്തൊക്കെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നോ അതെല്ലാം നമ്മുടെ e-learning ആപ്പിൽ അവൈലബിൾ ആണ്. സാറേ, BTSൽ ജോയിൻ ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ e-learning ആപ്പ് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ e-learning ആപ്പ് സൗജന്യമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സൗഭാഗ്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ച്, റിപ്പീറ്റേഴ്സ് ബാച്ച്
ഈ വരുന്ന വിദ്യാർത്ഥികളോടൊപ്പം ഒക്കെ തന്നെയാണ് BTSലേക്ക് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എക്സാം എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഏകദേശം 10,000-കണക്കിലധികം വരുന്ന വിദ്യാർത്ഥികളോടൊപ്പമാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സാർ, തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ക്രമീകരണം, ഒരുപാട് ഫെസിലിറ്റീസ് ഇവർക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? അതിനകത്ത് ഏറ്റവും വലിയ കാര്യം സാർ ഇപ്പോൾ പോയിന്റ് ചെയ്ത കാര്യം തന്നെയാണ്. 10,000-കണക്കിന് വിദ്യാർത്ഥികളുമായിട്ട് ഇവർക്ക് എക്സാം എഴുതാനൊരു അവസരം. യെസ്, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. രണ്ടാമതായിട്ട് നമുക്ക് ഈ ലേണിംഗ് ആപ്പിനെ കുറിച്ച് നമുക്ക് പിന്നീട് വീണ്ടും പറയാം. പിന്നെ മെന്റർ സപ്പോർട്ട്. എല്ലാ കുട്ടികൾക്കും ഒരു മെന്റർ ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് സോൾവ് ചെയ്യാൻ, എന്ത് കാര്യമുണ്ടെങ്കിലും അവർക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ അവർക്ക് മെന്റർ സപ്പോർട്ട്. സാർ, തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പരീക്ഷകൾക്കാണ്, അല്ലേ? യെസ്. അപ്പോൾ സാറ് പറഞ്ഞു ഫെബ്രുവരി 4-ാം തീയതിയാണ് BTSന്റെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് 3 മാസമുണ്ട്. ഈ ഒരു 3 മാസം വിദ്യാർത്ഥികൾക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ആ എക്സാം, അതിനെക്കുറിച്ച് എന്താണ് സാർ? ഫെബ്രുവരി 4-ാം തീയതി നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ എല്ലാ ചാപ്റ്ററുകളെയും 8 യൂണിറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ എക്സാം നമ്മൾ ഫെബ്രുവരി 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഓഫ്ലൈനായും ഓൺലൈനായും എഴുതാം. അപ്പം ഇന്ത്യയിൽ എവിടെയുള്ള കുട്ടികൾക്കും അവർക്ക് ഓൺലൈനായിട്ട് എക്സാം എഴുതാം. കേരളത്തിലുള്ള കുട്ടികൾക്ക് 14 ജില്ലകളിൽ നിരവധി സെന്ററുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്ന് ഓഫ്ലൈനായിട്ട് എക്സാം എഴുതാം. ഒരു ജില്ലയിൽ തന്നെ ഒന്നിലധികം സെന്റർ ഉണ്ടാവും. എക്സാക്ട്ലി. അപ്പോൾ എല്ലാ ജില്ലയിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് എഴുതാനുള്ള അവസരമുണ്ട്. എല്ലാ ഞായറും എല്ലാ ബുധനുമാണ് നമ്മുടെ എക്സാം ഡേറ്റുകൾ. അപ്പോൾ ബുധനാഴ്ചത്തെ എക്സാം നമുക്ക് എല്ലാവരും ഓൺലൈനിൽ എഴുതണം. ഞായറാഴ്ച ഓഫ്ലൈനിൽ എഴുതാൻ അവസരമുണ്ട്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാനുള്ള അവസരമുണ്ട് എന്ന് സാർ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് അറിയണം എത്ര എക്സാമിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്, അതുപോലെ തന്നെ എത്ര ചോദ്യങ്ങളിലൂടെ ആയിരിക്കാം ഇവർ കടന്നു പോകുന്നത്. സാർ, നിരവധി എക്സാം ഉണ്ട്. അതെ, നമുക്ക് അതിന്റെ ഷെഡ്യൂൾ തന്നെ അങ്ങ് നോക്കാം. ഓക്കെ. ആദ്യം റിവിഷൻ മോഡൽ എക്സാമിന്റെ ഒരു പരമ്പര തന്നെയാണ്. യൂണിറ്റ് 5 ഫെബ്രുവരി 4-ാം തീയതി ഞായറാഴ്ച 9:30 മുതൽ 12:30 വരെയുള്ള സമയങ്ങളിൽ കേരളത്തിലുള്ള 14 ജില്ലകളിലും എക്സാം നടക്കുന്നതാണ്. പിന്നീട് യൂണിറ്റ് 6 ഫെബ്രുവരി 7-ാം തീയതി ബുധനാഴ്ച 9:30 മുതൽ 12:30 വരെ. പിന്നീട് യൂണിറ്റ് 7 ഫെബ്രുവരി 11-ാം തീയതി ഞായറാഴ്ച 9:30 മുതൽ 12:30 വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ടായിരിക്കും. പിന്നീട് യൂണിറ്റ് 8 ഫെബ്രുവരി 14-ാം തീയതി ബുധനാഴ്ച 9:30 മുതൽ 12:30 വരെ. ഫെബ്രുവരി 18-ാം തീയതി ഞായറാഴ്ച 9:30 മുതൽ 12:30 വരെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുമുണ്ട്. പിന്നീട് യൂണിറ്റ് 2 ഫെബ്രുവരി 21-ാം തീയതി ബുധനാഴ്ച 9:30 മുതൽ 12:30 വരെ. പിന്നീട് യൂണിറ്റ് 3 ഫെബ്രുവരി 25-ാം തീയതി ഞായറാഴ്ച 9:30 മുതൽ 12:30 വരെ. പിന്നീട് യൂണിറ്റ് 4 28-ാം തീയതി ഫെബ്രുവരി 28-ാം തീയതി ബുധനാഴ്ച 9:30 മുതൽ 12:30 വരെ. പിന്നീട് യൂണിറ്റ് 5+6 മാർച്ച് 3-ാം തീയതി ഞായറാഴ്ച 9:30 മുതൽ 12:30 വരെ. പിന്നീട് യൂണിറ്റ് 7-ഉം 8-ഉം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സാമാണ് ബുധനാഴ്ച മാർച്ച് 6-ാം തീയതി 9:30 മുതൽ 12:30 വരെ. പിന്നീട് യൂണിറ്റ് 1-ഉം 2-ഉം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സാമാണ് വരുന്നത് മാർച്ച് 10-ാം തീയതി ഞായറാഴ്ച 9:30 മുതൽ 12:30 വരെ. പിന്നീട് യൂണിറ്റ് 3-ഉം 4-ഉം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സാമാണ് 13-ാം തീയതി മാർച്ച് 13-ാം തീയതിയാണ് എക്സാം നടക്കുന്നത് ബുധനാഴ്ച 9:30 മുതൽ 12:30 വരെ. യൂണിറ്റ് 5, 6, 7, 8 എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്സാം ആണ് മാർച്ച് 17-ാം തീയതി ഞായറാഴ്ചയാണ് നടക്കുന്നത്. പിന്നീട് യൂണിറ്റ് 1, 2, 3, 4 ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്സാം ആണ് മാർച്ച് 20-ാം തീയതിയാണ് എക്സാം നടക്കുന്നത് ബുധനാഴ്ച. ഇത്രയും റിവിഷൻ മോഡൽ എക്സാമുകൾക്ക് ശേഷം ഓൾ യൂണിറ്റ് എക്സാമിന്റെ ഒരു വലിയ പരമ്പര തന്നെ തുടങ്ങുകയാണ്. മാർച്ച് 24-ാം തീയതി ഓൾ യൂണിറ്റ് എക്സാം ആണ് ഞായറാഴ്ച. പിന്നീട് മാർച്ച് 27-ാം തീയതി ബുധനാഴ്ചയാണ് എക്സാം. അതിനുശേഷം ഏപ്രിൽ 1-ാം തീയതി തിങ്കളാഴ്ച എക്സാം ഉണ്ട്. പിന്നീട് ഏപ്രിൽ 4-ാം തീയതി വ്യാഴാഴ്ച എക്സാം ഉണ്ട്. പിന്നീട് ഏപ്രിൽ 7-ാം തീയതി ഞായറാഴ്ച എക്സാം ഉണ്ട്. ഇതിനുശേഷമാണ് യഥാർത്ഥ നീറ്റ് മോഡൽ എക്സാമുകളുടെ തുടക്കം എന്ന് പറയുന്നത്. യഥാർത്ഥ നീറ്റ് എക്സാം ഹാളിൽ എങ്ങനെയായിരിക്കും വിദ്യാർത്ഥികൾ ഓരോ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുക, അതിന്റെ അതേ ഫീലോടുകൂടി തന്നെയാണ് നീറ്റ് മോഡൽ എക്സാമിൽ ബ്രില്യന്റിൽ ചേർന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത്. അതിന്റെ അതേ ഫീലോടുകൂടി തന്നെയാണ് ബെർലിനിന്റെ BTS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നീറ്റ് മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ പോകുന്നത്. അതെല്ലാം ഓൾ യൂണിറ്റ് എക്സാമുകളാണ്. ഏപ്രിൽ 11-ാം തീയതി വ്യാഴാഴ്ച 2 മണി മുതൽ 5:20 വരെയുള്ള സമയങ്ങളിൽ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നീറ്റ് മോഡൽ എക്സാം ആരംഭിക്കും. ഏപ്രിൽ 15-ാം തീയതി
തിങ്കളാഴ്ച 2 മണി മുതൽ 5:20 വരെ, ഏപ്രിൽ 18-ാം തീയതി വ്യാഴാഴ്ച 2 മണി മുതൽ 5:20 വരെ, ഏപ്രിൽ 21-ാം തീയതി ഞായറാഴ്ച 2 മണി മുതൽ 5 മണി വരെയുള്ള സമയങ്ങളിൽ, ഏപ്രിൽ 23-ാം തീയതി ചൊവ്വാഴ്ച 2 മണി മുതൽ 5:20 വരെ. പിന്നീടുള്ളത് റിഹേഴ്സൽ മോഡൽ എക്സാം ആണ്. അതായത് ബെർലിൻ്റെ എക്സാം സീരീസിന്റെ ഫൈനൽ ലാപ്പിലേക്ക് കോൺഫിഡൻറ്റോടുകൂടി നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഏപ്രിൽ 25-ാം തീയതി വ്യാഴാഴ്ച 2 മണി മുതൽ 5:20 വരെ, ഏപ്രിൽ 28-ാം തീയതി ഞായറാഴ്ച 2 മണി മുതൽ 5:20 വരെ, ഏപ്രിൽ 30-ാം തീയതി ചൊവ്വാഴ്ച 2 മണി മുതൽ 5:20 വരെ. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് എക്സാമുകൾ എഴുതി പരിശീലിക്കാനുള്ള ഒരു വലിയ അവസരം നിങ്ങളുടെ മുൻപിൽ ബെർലിൻ ഒരുക്കുകയാണ്. കാരണം മെയ് 5-നാണ് നീറ്റ് എൻട്രൻസ് എക്സാം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് മെയ് 1, 2, 3, 4 ദിവസങ്ങളിൽ 2 മണി മുതൽ 5:20 വരെ പരീക്ഷകൾ പല ആവർത്തി എഴുതി പരിശീലിക്കാനുള്ള അവസരം എക്സാം ഷെഡ്യൂളിൽ ബെർലിൻ ഒരുക്കിയിരിക്കുന്നു. ഈ ഷെഡ്യൂൾ കാണുന്നത് മാത്രമല്ല, ഈ ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന ഓരോ എക്സാമിന്റെയും തലേദിവസം ഓരോ പ്രിപ്പറേറ്ററി മോഡലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത് 100-ലധികം എക്സാമിലൂടെ. തീർച്ചയായും സാർ, 100-ലധികം എക്സാമുകൾ, ഓരോ എക്സാമിനും 200 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏകദേശം 20,000-ലധികം ചോദ്യങ്ങൾ ഓരോ കുട്ടിക്കും നമ്മുടെ ഈ പ്രോഗ്രാമിനോട് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം. പിന്നെ ഈ ലേണിംഗ് ആപ്പിൽ പറഞ്ഞത് വേറെ. അതെ, അങ്ങനെ എണ്ണമറ്റത്ര ചോദ്യങ്ങളിലൂടെയാണ് BTS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ കടന്നു പോകാൻ പോകുന്നത്. സാർ, സ്വാഭാവികമായിട്ട് ഇത്ര അധികം പരീക്ഷകളിലൂടെ, ഇത്ര അധികം ചോദ്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനും ബെർലിൻ ഒരുക്കിയിട്ടുണ്ട്. ഓരോ എക്സാമിന് മുമ്പും ആ എക്സാമിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടോപ്പിക്കുകൾ, പ്രത്യേകിച്ച് യൂണിറ്റ് എക്സാമിന് വെബെക്സിൽ ലൈവ് ഡൗട്ട് ഡിസ്കഷൻ ഉണ്ടാവും. എക്സാമിന് ശേഷം എക്സാമിലെ ക്വസ്റ്റ്യൻ്റെ വീഡിയോ സൊല്യൂഷൻ, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ലേണിംഗ് ആപ്പിൽ അപ്ലോഡ് ചെയ്യും. അതായത് ഒരു പ്രൊഫസർ നിന്ന് എങ്ങനെ ആ ചോദ്യത്തെ സോൾവ് ചെയ്യാം എന്നുള്ളത് വിദ്യാർത്ഥികൾ ക്ലിയർ ആക്കി കൊടുക്കുകയും. തീർച്ചയായും ഏത് ക്വസ്റ്റ്യൻ ആണോ ഡൗട്ട് ഉള്ളത് ആ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് കാണാൻ അവസരമുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം ജേക്കബിന് പല ആവർത്തി, നമ്മുടെ ടോപ്പ് റാങ്ക് ജേക്കബിന് പല ആവർത്തി അത് പറഞ്ഞിട്ടുണ്ട്. അവന് വീഡിയോ സൊല്യൂഷൻ വളരെയധികം പ്രയോജനപ്പെട്ടു. സാർ, അപ്പം ഇത്രയും നിരവധിയായ ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുന്നു. തീർച്ചയായും അങ്ങനെയല്ല കുട്ടികൾ നമ്മുടെ ടോപ്പിലേക്ക് ഉയർന്നു വരുന്നത്. യെസ്, അപ്പോൾ BTS പ്രോഗ്രാമിലൂടെ ഉയർന്ന സ്കോറുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെല്ലാം പല ആവർത്തി പരീക്ഷകൾ എഴുതി കോൺഫിഡൻസ് നേടിയ വിദ്യാർത്ഥികളാണ്. ഈ വർഷം കോൺഫിഡൻസ് ലെവലിന്റെ പീക്ക് ലെവലിൽ എത്താൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. സാർ, BTS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ശരിക്കും യഥാർത്ഥ നീറ്റ് എക്സാം എങ്ങനെയാണോ എഴുതുന്നത് അതേ പാറ്റേണിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്, അല്ലേ? തീർച്ചയായും. യെസ്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ നീറ്റ് എക്സാം എഴുതുമ്പോൾ അതിന്റെ റിസൾട്ടിന് ചിലപ്പോൾ ഒരു 2 മാസം സമയമൊക്കെ എടുക്കാറുണ്ട്. യെസ്, BTS പ്രോഗ്രാം എഴുതുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ എത്ര നാൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കും? അന്ന് തന്നെ വിതിൻ 2 hours നമ്മൾ റിസൾട്ട് കുട്ടികൾക്ക് കൊടുക്കും. അതൊരു വലിയ ക്രമീകരണമാണ്. വെറും 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എത്തും. അതും ബെർലിനിലെ 10,000-കണക്കിലധികം വരുന്ന വിദ്യാർത്ഥികളോടൊപ്പമുള്ള നിങ്ങളുടെ റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അല്ലേ? മാത്രവുമല്ല അതേ ദിവസം തന്നെ വൈകുന്നേരം റിസൾട്ട് അനാലിസിസ് പേരൻസ് മീറ്റിംഗും ഉണ്ട്. ഇവിടെ ഡയറക്ടർ നേരിട്ട് കുട്ടികളുമായിട്ട് ലൈവിൽ സംസാരിക്കുക ചെയ്യുക. അതും കോൺഫിഡൻസ് ലെവൽ വിദ്യാർത്ഥികളുടെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ തന്നെയാണ്. തീർച്ചയായും. ആ ഒരു വിലയിരുത്തലുകളുടെ അവസാനം അടുത്ത എക്സാം എഴുതുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വരും. സർ, BTS എക്സാം എഴുതി നല്ല സ്കോർ കരസ്ഥമാക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്കുണ്ട്, അല്ലേ? അപ്പോൾ സാറ് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഈ കാലം അത്രയും സാറ് നിരവധി വിദ്യാർത്ഥികളെ കണ്ടിട്ടുണ്ട്. നല്ല സ്കോർ കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബെർലിൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫ്ലൈനിൽ എക്സാം എഴുതി ടോപ്പിൽ വരുന്ന കുട്ടികൾക്കെല്ലാം നമ്മൾ ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട്. സർ, അതുപോലെ തന്നെ ഉയർന്ന സ്കോർ കരസ്ഥമാക്കുന്നത്, യഥാർത്ഥ നീറ്റ് എക്സാമിൽ നല്ല സ്കോർ കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബെർലിൻ 1 കോടി മുതൽ സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ BTSലെ വിദ്യാർത്ഥികൾ തീർച്ചയായും 2023 2ാം റാങ്ക് നേടിയ ജേക്കബ് ബിബിൻ നമ്മൾ 5 ലക്ഷം രൂപയാണ് കൊടുത്തത്. 2022 സിയോണ മരിയ ഡിസൂസ 2 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ് നൽകിയത്. ഈ 2 വിദ്യാർത്ഥികളും BTS പ്രോഗ്രാമിലൂടെ ഉയർന്ന സ്കോർ നേടിയ വിദ്യാർത്ഥികളായിരുന്നു, അല്ലേ? യെസ്, അവർ പഠിച്ചു, ആത്മാർത്ഥമായിട്ട് പഠിച്ചു, പരീക്ഷകൾ എഴുതി, ഡൗട്ട് ക്ലിയറൻസ് കൃത്യമായി നടത്തി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കുന്നു. ഇപ്പോൾ അവർ 2 പേരും ഇന്ത്യയിലെ പ്രസ്റ്റീജ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. യെസ് സർ, BTSനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചു. ഒരുപാട് ക്രമീകരണങ്ങളാണ് BTS 2024 വിദ്യാർത്ഥികൾക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് സാർ ഉടനീളം പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീസ് എത്ര കൂടിയാണ് എന്നറിയാൻ വിദ്യാർത്ഥികൾക്ക് വളരെ തുച്ഛമായ ഫീസ്, വെറും 3,000 rupees. യെസ്, വെറും 3,000 rupeesനാണ്
ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ BTS പ്രോഗ്രാം ഇത്തവണ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നീറ്റ് 2024 വിജയം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ BTS പ്രോഗ്രാമിലേക്ക് ഉടൻ കടന്നു വരാം സാർ. അതുപോലെ തന്നെ നിരവധി വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് സ്റ്റഡി മെറ്റീരിയൽസ് ഇതിനൊപ്പം ഉണ്ടാവും. സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമുള്ളവർക്ക് ചെറിയൊരു അഡീഷണൽ ഫീസ് അടച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ എല്ലാവിധ ക്രമീകരണങ്ങളാലും BTS പ്രോഗ്രാം സെറ്റായി കഴിഞ്ഞു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഉടൻ തന്നെ മറ്റ് എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പോലും നിങ്ങൾക്കെല്ലാവർക്കും ബ്രില്യൻ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമാവാം. ബ്രില്യൻ പ്രൊവൈഡ് ചെയ്യുന്ന യഥാർത്ഥ റിയൽ നീറ്റ് എക്സാമിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ നീറ്റ് 2024 ക്രാക്ക് ചെയ്യാനുള്ള എല്ലാവിധ അവസരങ്ങളും എല്ലാവിധ ക്രമീകരണങ്ങളും ബ്രില്യൻ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് മക്കളെ. ഇനി നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ ഉടൻ തന്നെ www.brilliantpala.org എന്ന നമ്മുടെ സൈറ്റിൽ കയറി BTS പ്രോഗ്രാം സെലക്ട് ചെയ്ത് നിങ്ങൾ അപ്പോൾ 2024 വിജയം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ BTS പ്രോഗ്രാമിലേക്ക് ധൈര്യപൂർവ്വം കടന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.